ഇന്ത്യയുടെ GDP-യുടെ 10% വരുന്ന നാശനഷ്ടം, 1000 കോടിയിലധികം രൂപ വിലമതിക്കുന്നത് ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് വീടുകൾ വെന്തുവെണ്ണീറായി. ലോക ചരിത്രത്തിലെ ഏറ്റവും നാശനഷ്ടം വരുത്തിയ ദുരന്തം. വരൂ, നമുക്ക് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലുണ്ടായ വൻ തീപിടുത്തത്തെക്കുറിച്ച് വ്യക്തമായും സത്യസന്ധമായും എല്ലാം മനസ്സിലാക്കാം. വളരെ സത്യസന്ധമായി കൃത്യതയോടെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഇതിനെക്കുറിച്ചുള്ള പല ഫേക്ക് ന്യൂസുകളുടെയും പൊള്ളത്തരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിനും ഈ ദുരന്തത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിനും ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദുരന്തത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ ഇതിൽ നിന്നുണ്ടായ നാശനഷ്ടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയാൽ മതി. അക്യുവെതറിന്റെ കണക്കുകൂട്ടൽ പ്രകാരം $275 ബില്യൺ നാശനഷ്ടം ഉണ്ടായിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത്. അതായത് ഏതാണ്ട് 24 ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടം. അത് ഇന്ത്യൻ GDP-യുടെ 8% അമേരിക്കൻ GDP-യുടെ 1% വരും. അതായത് പെറുവിന്റെയും ഇറാഖിന്റെയും ഗ്രീസിന്റെയും അൾജീരിയയുടെയും ന്യൂസിലൻഡിന്റെയും ഒക്കെ GDP-യേക്കാൾ കൂടിയ തുക. ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ ഭീകര ദുരന്തത്തിന് തുടക്കം. 6 വലിയ കാട്ടുതീകളാണ് പല സ്ഥലങ്ങളിൽ നിന്നായി പടർന്നു പിടിച്ചത്. ഇതിൽ ഏറ്റവും വലിയ പാലിസൈഡ്സ് ഫയർ ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച ലോസ് ഏഞ്ചലസിന് സമീപമുള്ള പസഫിക് പാലിസൈഡിൽ നിന്നാണ് ആരംഭിച്ചത്. ഇതുവരെയും ഈ കാട്ടുതീ 24,000-ലധികം ഏക്കർ സ്ഥലവും വളരെയേറെ വീടുകളും ബിസിനസ്സുകളും വെണ്ണീറാക്കി. രണ്ടാമത്തെ വലിയ ഈറ്റൻ ഫയറും ജനുവരി 7-ാം തീയതിയാണ് തുടങ്ങിയത്. ഇതുവരെ 15,000-ഓളം ഏക്കർ സ്ഥലം ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചു. ജനുവരി 7-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്ത ഹേസ്റ്റ് ഫയർ ആണ് അടുത്തത്. ഇത് 800-ലധികം ഏക്കർ സ്ഥലം ചാരപ്പുറമ്പാക്കി. ഈ ഫയർ ജനുവരി 14-ാം തീയതി ബുധനാഴ്ചയോടെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. ജനുവരി 8-ാം തീയതി ബുധനാഴ്ച ആരംഭിച്ച ലിഡിയ ഫയർ 400-ഓളം ഏക്കർ സ്ഥലം കത്തി നശിപ്പിച്ചു. ഈ തീപിടുത്തം ജനുവരി 13-ാം തീയതിയോടുകൂടി പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. 5-ാമത്തെ കെന്നത്ത് ഫയർ ജനുവരി 9-ാം തീയതി വ്യാഴാഴ്ചയാണ് ആരംഭിച്ചത്. 1000-ലധികം ഏക്കറാണ് ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. 13-ാം തീയതിയോടുകൂടി ഇതും പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കി. 6-ാമത്തെ സൺസെറ്റ് ഫയർ ജനുവരി 8-ാം തീയതി ബുധനാഴ്ച ആരംഭിക്കുകയും അത് 43 ഏക്കർ സ്ഥലം കത്തി നശിപ്പിക്കുകയും ചെയ്തു. ഇത് പിറ്റേ ദിവസം ജനുവരി 9-ാം തീയതി പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കി. ഇതുവരെ 40,000-ഓളം ഏക്കർ സ്ഥലമാണ് ഈ കാട്ടുതീ വിഴുങ്ങിയത്. വീടുകളും സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള 12,000-ലധികം കെട്ടിടങ്ങളാണ് കത്തി നശിച്ചത്. ഇതുവരെ ലഭിച്ച കണക്കനുസരിച്ച് 26 പേരാണ് ഈ തീപിടുത്തത്തിൽ മരണമടഞ്ഞത്. ഈ മരണമടഞ്ഞവരിൽ ഭൂരിഭാഗം പേരും ഇവാക്വേഷൻ ഓർഡർ പാലിക്കാതെ അവിടെ തന്നെ തങ്ങിയവരാണ്. ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടായിട്ടും 10,000-കണക്കിന് വീടുകൾ കത്തി നശിച്ചിട്ടും ഇത്ര കുറഞ്ഞ ആൾനാശം ഉണ്ടാകാനുള്ള കാരണം സമയോചിതമായി പുറപ്പെടുവിച്ച ഇവാക്വേഷൻ ഓർഡർ ജനങ്ങൾ പാലിച്ച് തീപിടുത്തം ഉണ്ടായ ഏരിയയിൽ വലിയ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഉപേക്ഷിച്ചു പോയതിനാലാണ്. 2 ലക്ഷം ആൾക്കാർക്കാണ് ഇവാക്വേഷൻ ഓർഡർ നൽകിയത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ഇവാക്വേഷൻ ഓർഡർ 80,000-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഉള്ളത്. ഈ പറഞ്ഞ 6 തീപിടുത്തങ്ങൾക്ക് ശേഷം പിന്നീട് 2 കാട്ടുതീ കൂടി പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. 13-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് വെഞ്ചൂറ കൗണ്ടിയിലുള്ള നദിയുടെ താഴ്ഭാഗത്തായി രൂപപ്പെട്ട ഓട്ടോ ഫയർ 61 ഏക്കർ സ്ഥലമാണ് കത്തി നശിപ്പിച്ചത്. വെഞ്ചൂറ കൗണ്ടി ഫയർ ഫൈറ്റേഴ്സിന് ഈ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിച്ചു. പിന്നീട് 8-ാമതായി പൊട്ടിപ്പുറപ്പെട്ട ലിറ്റിൽ മൗണ്ടൻ ഫയർ സാൻ ബെർണാർഡിനോ കൗണ്ടിയുടെ ലിറ്റിൽ മൗണ്ടൻ ഡ്രൈവ് ഭാഗത്ത് നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുവരെ 34 ഏക്കറോളം ഭാഗത്തേക്കാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാത്ത 5 തീപിടുത്തങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ഏറ്റവും വലിയ പാലിസൈഡ്സ് ഫയർ 21% മാത്രമേ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. പസഫിക് പാലിസൈഡ്സിന്റെ ചുറ്റുവട്ടത്തായി പടർന്നു പിടിച്ച ഈ തീപിടുത്തത്തിൽ 24,000-ഓളം ഏക്കർ കത്തി നശിക്കുകയും 10,000-ഓളം കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. 9 പേർക്കാണ് ഈ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 2-ാമത്തെ വലിയ കാട്ടുതീയായ ഈറ്റൻ ഫയർ 45% മാത്രമേ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. പസേഡനയ്ക്ക് കിഴക്കായി പടർന്നു പിടിച്ച ഈ കാട്ടുതീ 16 പേരുടെ ജീവൻ എടുക്കുകയും 14,000-ലധികം ഏക്കർ
കത്തി നശിപ്പിക്കുകയും ചെയ്തു. ഇത് കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ തീപിടുത്തമായിരുന്നു. ഹേസ്റ്റ് ഫയർ 100% നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ആരംഭിച്ച ഓട്ടോ ഫയർ 85% നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം ആരംഭിച്ച ലിറ്റിൽ മൗണ്ടൻ ഫയർ ഇതുവരെ അല്പം പോലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. എങ്ങനെയാണ് ഈ തീപിടുത്തങ്ങൾ ആരംഭിച്ചത്? ഈ കാട്ടുതീകൾ എല്ലാം ചെറിയ കുറ്റിക്കാട്ടിൽ ആരംഭിച്ച് പിന്നീട് ചുറ്റുപാടുമുള്ള ഏരിയകളിലേക്ക് കാട്ടുതീയായി പടർന്നു പിടിച്ചതാണ്. ഈ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ ഇതുവരെയും കണ്ടുപിടിച്ചില്ല. എന്നാൽ ഇത്തരത്തിലുള്ള 90% തീപിടുത്തങ്ങളും ഉണ്ടാവുന്നത് ആളുകളുടെ അശ്രദ്ധ കൊണ്ടാണ്. പൂർണ്ണമായി കെടുത്താത്ത ക്യാമ്പ് ഫയർ, സിഗരറ്റ് കുറ്റികൾ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഭയാനകമായ തീപിടുത്തമായി മാറിയത്? ഇതിന് പ്രധാന കാരണം ഏതാണ്ട് 130 കിലോമീറ്റർ സ്പീഡിൽ ആഞ്ഞടിച്ച കാറ്റാണ്. ഇത്രയും ശക്തമായ കാറ്റ് വളരെ ദിവസങ്ങളായി ആഞ്ഞടിക്കുമ്പോൾ ഈ തീ വളരെ വേഗത്തിൽ എല്ലായിടത്തേക്കും എളുപ്പത്തിൽ പടരുകയും വലിയ നാശനഷ്ടം വരുത്തുകയും ചെയ്തു. മറ്റൊരു പ്രധാന കാരണം ഹ്യൂമിഡിറ്റിയുടെ കുറവായിരുന്നു. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം സമയത്ത് ലഭിക്കാത്ത പ്രശ്നവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 1 ശേഷം സാധാരണ ലഭിക്കേണ്ട മഴയുടെ 10% താഴെ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതും കനത്ത വരണ്ട കാലാവസ്ഥയുമാണ് എന്നുള്ളതും മറ്റൊരു കാരണമാണ്. എങ്ങനെയാണ് ഇതിന്റെ വ്യാപനം തടയുന്നത്? ഈ തീയുടെ വ്യാപനം തടയുന്നത് ചുവന്ന കളറിലുള്ള ഫയർ റിട്ടാർഡന്റ് സ്പ്രേ ചെയ്തും കാടുകൾ വെട്ടിത്തെളിച്ച് ചുറ്റുവട്ടത്തേക്ക് പടരുന്നത് തടഞ്ഞുമാണ്. ഇവിടെ ഒരു വീടിന്റെ മുകളിലേക്ക് ഫയർ ഫൈറ്റിംഗ് പ്ലെയിൻ ഫയർ റിട്ടാർഡന്റ് ഡ്രോപ്പ് ചെയ്യുന്ന വീഡിയോ കണ്ടുകൊള്ളൂ. ഇവിടെ ഈ മരങ്ങളുടെ മേലും പാറയിലുമെല്ലാം ചുവന്ന കളറിലുള്ള ഫയർ റിട്ടാർഡന്റ് സ്പ്രേ ചെയ്തിരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ. ഈ ചിത്രത്തിൽ കാണുന്നത് വഴിയിലും ഡ്രൈവേയിലും വീടിന്റെ മുകളിലും ചുറ്റുപാടുമുള്ള വെയിറ്റേഷന്റെ മുകളിലും ഫയർ റിട്ടാർഡന്റ് സ്പ്രേ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒരു വാഹനത്തിന്റെ മുകളിൽ തീ പിടിക്കാതിരിക്കാൻ ഫയർ റിട്ടാർഡന്റ് സ്പ്രേ ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ഫയർ റിട്ടാർഡന്റിന് ചുവന്ന കളർ വരുവാനുള്ള കാരണം? എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത്? ഇതിന്റെ പേര് ഫോസ്റ്റെക് എന്നാണ്. ഇത് 1960 മുതൽ തീപിടുത്തങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പെരിമീറ്റർ എന്ന കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് വെള്ളവും ഫെർട്ടിലൈസറും റെഡ് കളറും ചേർന്ന ഒരു മിശ്രിതമാണ്. ഈ റെഡ് കളർ ചേർക്കുന്നത് ഇത് സ്പ്രേ ചെയ്ത ഏരിയ ഐഡന്റിഫൈ ചെയ്യുന്നതിനും അതുവഴി ഡ്യൂപ്ലിക്കേറ്റ് സ്പ്രേയിങ് ഒഴിവാക്കുന്നതിനുമാണ്. കാലക്രമത്തിൽ സൂര്യപ്രകാശമേറ്റ് ഈ ചുവന്ന കളർ ഇല്ലാതെയാവും. ഇത് തീ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല, മറിച്ച് തീ പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വെള്ളമല്ല, മറിച്ച് അതിൽ ചേർത്തിരിക്കുന്ന ഫെർട്ടിലൈസർ ആണ്. ഇതിൽ 85% വെള്ളവും 10% ഫെർട്ടിലൈസറും 5% ചുവന്ന കളർ ഉൾപ്പെടെയുള്ള മറ്റു ചെറിയ സാമഗ്രികളുമാണ്. സാൻ ഫ്രാൻസിസ്കോ സിറ്റിയുടെ അത്രയും വലിയ ഏരിയയിലാണ് ഈ കാട്ടുതീകൾ വ്യാപിച്ചത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കത്തിയ മൊത്തം ഏരിയ പാരീസ് സിറ്റിയെക്കാളും വലുതാണ്. ഈ തീപിടുത്തം നേരിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സസ് ഇങ്ങനെയാണ്: 14,000-ലധികം ആളുകൾ, 1162 ഫയർ എഞ്ചിൻ, 23 വലിയ വാട്ടർ ടാങ്കറുകൾ, 6 എയർ ടാങ്കറുകൾ അല്ലെങ്കിൽ തീപിടുത്തം നേരിടുന്നതിനുള്ള വിമാനങ്ങൾ, 31 ഹെലികോപ്റ്ററുകൾ, 53 ബുൾഡോസറുകൾ. ഇതുവരെ 26 ആളുകളെ ലോസ് ഏഞ്ചലസ് കൗണ്ടിയിലും 11 പേരെ ലോസ് ഏഞ്ചലസ് സിറ്റിയിലും കാണാതായിട്ടുണ്ട്. 58 പേരെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട ക്രൈമുകൾക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോസ് ഏഞ്ചലസ് കൗണ്ടി ഡെപ്യൂട്ടീസ് 44 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 36 പേർ ഈറ്റൻ ഫയർ ഏരിയയിൽ നിന്നും 8 പേർ പാലിസൈഡ്സ് ഫയർ ഏരിയയിൽ നിന്നുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. മറ്റ് 14 പേരെ അറസ്റ്റ് ചെയ്തത് മോഷണക്കുറ്റത്തിന്റെ പേരിലാണ്. ബാക്കിയുള്ളവർ അറസ്റ്റിലായിരിക്കുന്നത് അതിക്രമിച്ചു കടക്കൽ, കർഫ്യൂ ലംഘനം, നിരോധിത സാധനങ്ങൾ കൈവശം വെച്ചത് എന്നീ കുറ്റത്തിനാണ്. 2 പേർ ഫയർ ഫൈറ്റേഴ്സ് എന്ന വ്യാജേന മോഷണം നടത്താൻ ശ്രമിച്ചതിനാണ് അറസ്റ്റിലായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇവിടെ വലിയ കൊള്ളയടിയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ വ്യാജ വാർത്തകൾ കണ്ടിട്ടുണ്ടാവാമെന്ന് ഉറപ്പാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്: വെറും 14 പേർ മാത്രമേ മോഷണക്കുറ്റത്തിന് അറസ്റ്റിലായിട്ടുള്ളൂ. അതുപോലെ തന്നെ ആളുകളെ വീട്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന വീഡിയോകൾ മോഷണത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഫേക്കായി പ്രചരിപ്പിച്ച സംഭവങ്ങളും വ്യാപകമാണ്. വ്യാഴാഴ്ച വരെയാണ് തീവ്ര തീ അപകടം ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്തത്. ഇപ്പോൾ കാറ്റിന്റെ വേഗം 50 കിലോമീറ്ററിൽ താഴെ ആയതിനാൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ റെഡ് അലർട്ട് എല്ലാ മേഖലകളിൽ നിന്നും പിൻവലിച്ചു.
തീപിടുത്തത്തിന് മുൻപും ശേഷവുമുള്ള ഈ വീഡിയോ ഈ നാശനഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. ഇവിടെ വെന്തു വെണ്ണീറായ പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ ഈ ദൃശ്യം ചങ്ക് പൊട്ടിക്കുന്നതാണ്. ഈ കാട്ടുതീയുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഏരിയൽ വീഡിയോ ആണ് ഇത്. എത്ര ഭയാനകമാണ് ഇതെന്ന് കാണിക്കുന്ന വീടുകളും കെട്ടിടങ്ങളും നിന്ന് കത്തുന്ന ഈ വീഡിയോ കണ്ടുകൊള്ളൂ. എത്ര വലിയ കൊടുങ്കാറ്റാണ് ഇവിടെ ആഞ്ഞടിച്ചതെന്നും അത് എങ്ങനെയാണ് ഈ കാട്ടുതീ അനിയന്ത്രിതമായി ഇത്ര വേഗം പടർന്നു പിടിക്കുന്നതിന് കാരണമായതെന്നും വളരെ വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ. ഇവിടെ ഒരു വ്യക്തിയും അയാളുടെ വളർത്തുനായയും ചുറ്റുപാടും തീ പടർന്നു പിടിച്ച് വീടിനകത്ത് നിന്ന് പുറത്തു കടക്കാനാവാതെ കുടുങ്ങിക്കിടക്കുമ്പോൾ സ്വയം ഷൂട്ട് ചെയ്ത വീഡിയോയാണ് ഇത്. പിന്നീട് ഇദ്ദേഹത്തെയും നായയെയും ഫയർ ഫൈറ്റേഴ്സ് സുരക്ഷിതമായി റെസ്ക്യൂ ചെയ്തു. തീ അണയ്ക്കുന്നത് വലിയ കാട്ടുതീ നേരിടുന്ന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ഒരേ സമയം ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം തീയുടെ മുകളിലേക്ക് ഏരിയയിലായി ഒഴിച്ചുകൊണ്ടാണ്. എന്നാൽ പലപ്പോഴും ശക്തമായ കാറ്റ് കാരണം ഇത് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാതെ വരും. ഇവിടെ കാറ്റിന്റെ ശക്തി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത് ഈ പ്ലെയിൻ വെള്ളം ഡ്രോപ്പ് ചെയ്യുന്നത് കണ്ടോ? കാറ്റിന്റെ ശക്തി അനുസരിച്ച് വളരെ മുൻപിലായാണ് ഈ വെള്ളം ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷേ അത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് വീഴുകയാണ്. ഈ തീപിടുത്തത്തെ നേരിടുന്നതിന് വേണ്ടി 1000-ലധികം ജയിലിൽ അടയ്ക്കപ്പെട്ട കുറ്റവാളികളെയാണ് ഉപയോഗിക്കുന്നത്. അവർ 24 മണിക്കൂർ ഷിഫ്റ്റുകളിൽ വെറും $26 ദിവസവേതനത്തിനാണ് ജോലി ചെയ്യുന്നത്. ഇവരെ വിളിക്കുന്നത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഫയർ ഫൈറ്റേഴ്സ് എന്നാണ്. അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതിനുവേണ്ടി വോളണ്ടിയർ ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും ജയിലിൽ വെച്ച് ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് നേടിയിട്ടുള്ളവരാണ്. അമേരിക്കയിലെ സെലിബ്രിറ്റികളും ഹോളിവുഡിലെ ആക്ടേഴ്സും വളരെയേറെ പണക്കാരും താമസിക്കുന്ന ഏരിയയാണ് ഈ കാട്ടുതീയുണ്ടായ മാലിബു പാലിസൈഡ്സ് ഏരിയ. അതിനാൽ തന്നെ വളരെ വലിയ പടുകൂറ്റൻ മാളികകളാണ് ഇവിടെ കത്തി നശിച്ചത്. ഈ ദുരന്തത്തിൽ കത്തി നശിച്ച ഏറ്റവും വിലയേറിയ വീട് ഏതാണ്? 125 മില്യൺ, അതായത് 1000 കോടി രൂപയിലധികം വിലമതിക്കുന്ന പാലിസൈഡ്സിലെ ഏറ്റവും വിലയേറിയ മാളികയാണ് അത്. HBO-യിൽ ഹിറ്റായ സക്സഷൻ എന്ന സീരീസിൽ ഉണ്ടായിരുന്ന വീടായിരുന്നു ഇത്. 18 ബെഡ്റൂമുകളുള്ള ഇത് ഒരു മാസം $4.5 ലക്ഷം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതായത് 4 കോടി രൂപ മാസ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു മണിമാളിക. ഇതിന്റെ ഉടമസ്ഥൻ ലൂമിനാർ ടെക്നോളജീസിന്റെ CEO ഓസ്റ്റിൻ റസലാണ്. 2021-ൽ $83 മില്യൺ, അതായത് ഏകദേശം 700 കോടിയോളം രൂപയ്ക്കാണ് റസൽ ഈ വീട് വാങ്ങിക്കുന്നത്. സ്വന്തം വീട് തീപിടുത്തത്തിൽ കത്തി നശിച്ച ചില പ്രധാന സെലിബ്രിറ്റികൾ ഇവരൊക്കെയാണ്: സർ ആന്റണി ഹോപ്കിൻസ്, ബില്ലി ക്രിസ്റ്റൽ, ജോൺ ഗുഡ്മൻ, അന്ന ഫാരിസ്, മെൽ ഗിബ്സൺ, ബെല്ല ഹദീദ്, കാൻഡി സ്പെല്ലിംഗ്, ലെയ്റ്റൻ മിസ്റ്റർ. ഈ തീപിടുത്തത്തിൽ വളരെ പ്രശസ്തമായ ഹോളിവുഡ് സൈൻ കത്തി നശിച്ചു എന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇത് വ്യാജ വാർത്തയായിരുന്നു. ഹോളിവുഡ് സൈൻ ഒരു കേടുപാടുമില്ലാതെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഇത്. ഈ തീപിടുത്തത്തിന്റെ പരിണത ഫലമായി ഹോളിവുഡിലെ എല്ലാ ഷൂട്ടിങ്ങുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ഈ തീയുടെ ശക്തി എത്രത്തോളമാണ് എന്ന് അറിയാൻ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണിമാളികയ്ക്ക് മുകളിലേക്ക് വെള്ളം എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഫലമുണ്ടാകാനുള്ള ബുദ്ധിമുട്ട് കണ്ടുകൊള്ളൂ. ഇവിടെ ഒരു നല്ല സമരിയക്കാരൻ വളരെയേറെ ആളുകളുടെ വളർത്തുനായ്ക്കളെയാണ് സ്വന്തം വണ്ടി ഓടിച്ചു ചെന്ന് റിസ്ക് എടുത്ത് സേവ് ചെയ്തത്. ആൾക്കാർ അയാളെ വിളിക്കുമ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ആ കാര്യം ഏറ്റു എന്ന് പറഞ്ഞ് വണ്ടി നിറയെ ഇങ്ങനെ റെസ്ക്യൂ ചെയ്ത വളർത്തുനായ്ക്കളുമായി പോകുന്ന ദൃശ്യങ്ങളാണ് ഇവ. ഇവിടെ ഒരു കുട്ടി ആളിപ്പടരുന്ന തീയിൽ നിന്ന് ഒരു കാട്ടുമുയലിനെ രക്ഷിക്കുന്ന സുന്ദരമായ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ഇവിടെ കുറെ ആളുകൾ അവരുടെ വളർത്തുകുതിരകളെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്.
കണ്ണിന് കുളിർമയാകുന്ന ഒരു അത്ഭുതകരമായ ദൃശ്യമാണ് ഇത്. ട്രെസ് മാർട്ടിൻ എന്ന യുവാവ് താൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വർഷത്തിലേറെ ഈ കാണുന്ന നീല വാനിലാണ് കിടന്നുറങ്ങിയത്. കാട്ടുതീ പടർന്നു പിടിക്കുന്നതിന് തൊട്ടു മുൻപ് മാലിബു ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഈ വാൻ. ഇത് പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളും കാറുകളും കത്തി നശിച്ചപ്പോഴും ഈ വാൻ മാത്രം ഒരു കേടുപാടും കൂടാതെ നിലനിന്നു. 1977 മോഡൽ വോക്സ്വാഗൻ ആന്റിക് വാനാണ് ഇത്. പാലിസേഡ്സ് ബീച്ച് ഫ്രണ്ടിലുള്ള പടുകൂറ്റൻ മണിമാളികകൾ ഒരു പിടി ചാരമായി മാറിയ കാഴ്ചയാണ് ഈ ഫോട്ടോ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ഇദ്ദേഹത്തിന്റെ വീടും മറ്റെല്ലാം പരിപൂർണമായി കത്തി നശിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പൂച്ചയെ ഫയർ ഫൈറ്റേഴ്സ് രക്ഷിച്ചതിൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സ്വന്തം മക്കളെ പോലെയോ അതിലധികമോ ആയിയാണ് അമേരിക്കക്കാർ വളർത്തുമൃഗങ്ങളായ പട്ടി, പൂച്ച എന്നിവയൊക്കെ കാണുന്നത്. ഈ ലോസ് ഏഞ്ചലസ് ഫയറിന്റെ സാറ്റലൈറ്റ് പിക്ചർ ആണ് ഇത്. ഇവിടെ കത്തിക്കൊണ്ടു നിൽക്കുന്ന ഒരു തീയിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ലോങ് ലൈൻ ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം എയർ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച കണ്ടുകൊള്ളൂ. ഇതുപോലെയുള്ള എയർക്രാഫ്റ്റുകൾ ഈ തീപിടുത്തം നേരിടുന്നതിൽ വളരെ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ആ വെള്ളം ഡ്രോപ്പ് ചെയ്തതോടുകൂടി ആ തീ പൂർണ്ണമായും അണയ്ക്കാനായി. ഇവിടെ ചുറ്റുപാടും കാണുന്ന ഏരിയകളെല്ലാം മരങ്ങൾ മൊത്തം കത്തി നശിച്ച് ഒരു പിടി ചാരമായി മാറിയിരിക്കുന്ന കാഴ്ചയും കാണാം. ഇങ്ങനെയാണ് കാടിനിടയ്ക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി വെട്ടിത്തെളിക്കുന്നത്. താഴെ കാണുന്ന ഭാഗം തീ പിടിച്ച് കത്തി നശിച്ചതാണ്. അതിനിടയ്ക്ക് വളരെ വീതിയിൽ ഉണ്ടാക്കിയ ഈ ഗ്യാപ്പ് കാരണം അതിനു മുകളിലുള്ള ഏരിയയിലേക്ക് തീ പടരുന്നത് തടയാൻ സാധിക്കുന്നു. മുകളിലെ ഏരിയകളിൽ കാണുന്ന മരങ്ങളുടെ മുകളിലുള്ള ചുവന്ന കളർ നമ്മൾ മുൻപ് പറഞ്ഞ ഫയർ റിട്ടാർഡന്റ് സ്പ്രേ ചെയ്തതാണ്. രാപകലില്ലാതെയാണ് ഫയർ ഫൈറ്റേഴ്സ് ഈ കാട്ടുതീ നിയന്ത്രിക്കുന്നതിനായി പോരാടുന്നത്. ഇവിടെ രാത്രിയിലും ഒരു ചോപ്പറിൽ വെള്ളം ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച കാണാം. ഇത് ഒരു എയർ നാഷണൽ ഗാർഡ് പ്ലെയിനിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ വാട്ടർ ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടി തീയോട് വളരെ ചേർന്ന് പറക്കുന്നതിനാൽ ഇതിന്റെ ഉള്ളിലെ വാണിംഗ് എല്ലാം ശബ്ദിക്കുന്ന സൗണ്ട് കേൾക്കാം. ഫയർ ഫൈറ്റേഴ്സും എയർ നാഷണൽ ഗാർഡും എല്ലാം ഈ വലിയ കാട്ടുതീ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിശ്രമമില്ലാതെ പോരാടുമ്പോൾ ആ ഏരിയയിൽ അൺഓതറൈസ്ഡ് ആയി ഡ്രോണുകൾ പറപ്പിക്കുന്നത് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നിയമവിരുദ്ധമായി ഡ്രോൺ പറപ്പിച്ച് ഇതിന് തടസ്സം വരുത്തുന്ന ആളുകളെ വ്യക്തമായി തിരിച്ചറിയാനുള്ള മാർഗമുണ്ട്. ഇത് ഇങ്ങനെ പറത്തിയ ഡ്രോൺ ഇടിച്ച് ചിറകിൽ ഒരു വലിയ ഹോൾ ഉണ്ടായി നാശനഷ്ടം വന്ന ഒരു കനേഡിയൻ സൂപ്പർ സ്കൂപ്പർ ഫ്ലൈറ്റ് ആണ്. ഈ കാരണത്താൽ കാട്ടുതീ നേരിടുന്നതിന് വളരെ അത്യാവശ്യമുള്ള ഈ സൂപ്പർ സ്കൂപ്പർ ഗ്രൗണ്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. മെക്സിക്കോയിൽ നിന്നുള്ള ഫയർ ഫൈറ്റേഴ്സ് ഇതിന് സഹായിക്കാനായി ശനിയാഴ്ച ഇവിടെ എത്തിച്ചേർന്നു. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും US-ൽ നിന്നുമുള്ള ഫയർ ഫൈറ്റേഴ്സ് ഒത്തുചേർന്ന് ഒരു ഇന്റർനാഷണൽ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. അതുപോലെ അമേരിക്കയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഫയർ ഫൈറ്റേഴ്സും ഇവിടെ സഹായത്തിന് എത്തിയിട്ടുണ്ട്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞതനുസരിച്ച് 14,000 ഫയർ ഫൈറ്റേഴ്സും 2,500 നാഷണൽ ഗാർഡ്സ് ട്രൂപ്സുമാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ആളുകളെല്ലാം തങ്ങൾക്കുള്ളതെല്ലാം എടുത്ത് ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കുകയാണ് ഇവിടെ. ഇദ്ദേഹത്തിന്റെ വളർത്തുനായയെ കാണാതായതിൽ സങ്കടത്താൽ അലറിക്കരയുന്ന ഇദ്ദേഹത്തിന് അവസാനം സന്തോഷിക്കാൻ വകയായി. അദ്ദേഹത്തിന് 2 വളർത്തുനായ ഉള്ളതിൽ ഒന്നിനെ ഫയർ ഫൈറ്റേഴ്സ് രക്ഷിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തതിനെയും കണ്ടുകിട്ടിയതിലുള്ള അദ്ദേഹത്തിന്റെ സന്തോഷമാണ് ഇത്. കാലിഫോർണിയയിലെ അർക്കേഡിയയിലുള്ള സാന്താ അനീറ്റ പാർക്കിൽ തുറന്നിരിക്കുന്ന ഡൊണേഷൻ സെന്ററിന്റെ ദൃശ്യങ്ങളാണ് ഇവ. ഇവിടെ വോളണ്ടിയർ ചെയ്യാനായി എത്തിയ ഈ സ്ത്രീ ഇവരെ സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവതിയാണ് എന്ന് പറയുമ്പോഴും ഈ ആളുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ ഓർത്ത് വിതുമ്പുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെയാണ് ഇവിടെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത്. ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി അവരാൽ കഴിയുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഫ്രീ ആയി വിതരണം ചെയ്യുകയാണ് ഇവിടെ. അങ്ങനെ കമ്മ്യൂണിറ്റി മുഴുവനും ദുരിതം നേരിട്ടവരെ സഹായിക്കുവാൻ കൈയും മൈയും മറന്ന് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഇത്. ഇവിടെ ഈ കുട്ടി പറയുന്നത് ഈ തീപിടുത്തത്തിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം അദ്ദേഹത്തിന്റെ അച്ഛൻ അധ്യാപകനായിരുന്ന സ്കൂൾ കത്തി നശിച്ചു, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കുടുംബം മൊത്തം വന്നാണ് ആളുകളെ സഹായിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ കാലിഫോർണിയയിലെ ബ്രന്റ്വുഡിലുള്ള വീടും ഇവാക്യുവേഷൻ ഓർഡർ പ്രഖ്യാപിച്ച വീടുകളിൽ പെടും. അവർ താമസിക്കുന്നത് വൈറ്റ് ഹൗസിലാണ്. അതിനാൽ അവരുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു. അതുപോലെ ഈ വീടിന് നാശനഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഏരിയയിലാണ് പ്രശസ്ത ഹോളിവുഡ് നടൻ
ആർണോൾഡ് ഷ്വാർസെനെഗറും ഏറ്റവും വിലയേറിയ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ലെബ്രോൺ ജെയിംസും മറ്റു വളരെയേറെ സെലിബ്രിറ്റികളും താമസിക്കുന്നത്. കാലിഫോർണിയയിലെ സാക്രമെന്റോയിൽ താമസിക്കുന്ന ഒരു വെള്ളപ്പൊക്കത്തിൽ സർവ്വതും നഷ്ടമായ യുവതി ലോസ് ഏഞ്ചലസ് വൈൽഡ് ഫയറിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ ഒരു ട്രക്ക് ലോഡ് സാധനങ്ങളുമായാണ് എത്തിയത്. അവർ സ്വന്തം പ്രയത്നത്താൽ ആളുകളിൽ നിന്ന് സംഭരിച്ച ഡയപ്പറുകൾ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, ജാക്കറ്റ്, ബ്ലാങ്കറ്റ്, പാലറ്റ് കണക്കിന് ഭക്ഷ്യസാധനങ്ങൾ, വെള്ളം തുടങ്ങി വളരെയേറെ സാധനങ്ങളുമായാണ് ഇവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിലെ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടാക്കിയ ഈ കാട്ടുതീയിൽ അമേരിക്കൻ ജനത ഒന്നടങ്കം ഇറങ്ങിയാണ് എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നത്. ഏറ്റവും വലിയ കാട്ടുതീയായ പാലിസൈഡ് തീയും ഈറ്റൻ കാട്ടുതീയും ഇതുവരെ പരിപൂർണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിന് ആഴ്ചകൾ എടുത്തേക്കുമെന്നാണ് അവിടെ നിന്നുള്ള ഉന്നത അധികാരികൾ അറിയിച്ചത്.